ആസാദ് റോഡാണ്. അഴകൻതറ സ്റ്റേഡിയം ക്രോസ് റോഡ്. നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ ഭാഗത്തേക്ക് പോകും. ആ വഴി പോയാൽ ആ വഴി പോകണമെന്നില്ല. അവിടെ സാധനന്മാർ ഇരിപ്പുണ്ട്. ഡ്രീം ഫ്ലോർ. പിള്ളേർ പണ്ട് ഞങ്ങൾ ഫ്ലാറ്റിൽ താമസം പറഞ്ഞായിരുന്നു. ഫ്ലാറ്റിൽ നാഡി ജ്യോതിഷം. റോയൽ അവന്യൂ വഴി ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാലോ. തിരിച്ചു വരാമല്ലോ. ആ കാണുന്നേ ഉള്ളൂ റോയൽ അവന്യൂ. ഇഷ്ടംപോലെ സ്പേസ് കിടപ്പുണ്ട് റോയൽ അവന്യൂവിൽ. കണ്ടോ റൈറ്റ് സൈഡിൽ. വലിയ മരങ്ങളും. അവിടെ എത്ര ഉള്ളതാണ് ആ വീട്ടിലേക്കുള്ള വഴി. ഇവിടെ ഈ വീട്ടിലേക്കുള്ള വഴി, ആ വീട്ടിലേക്കുള്ള വഴി എത്ര ഉള്ളതാണ് നോക്കണ്ട. ഇല്ല കുറേ റേഞ്ച് ഇവിടം വരെ ഉള്ളു. റോയൽ അവന്യൂ കഴിഞ്ഞ് എവിടെയൊക്കെ ഒരുപാട് സ്ഥലം വെറുതെ എപ്പോഴും കിടപ്പുണ്ട്. എല്ലാവർക്ക് കളിക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ലെഫ്റ്റ് പോയാൽ നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ അടുത്തേക്ക് പോകും. ലെഫ്റ്റ് പോകണമെന്നില്ല. ഏട്ടായി സ്കൂൾ കഴിഞ്ഞ് വന്നിട്ട് പിള്ളേർ ഇതാ പരിപാടി. നമ്മളൊക്കെ ഇന്ന് മാത്രമേ അങ്ങനെ പോയിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പോണോത്ത് റോഡിലേക്ക് വീണ്ടും കയറുകയാണ്. ഇവിടെ നിന്ന് അങ്ങനെ പോയാൽ പോണോത്ത് റോഡിലേക്ക് പോകും. ശരി, അല്പം ഓയിലിടാനുള്ള അപ്പം നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ ഭാഗത്തോട്ടാണ് പോകണമെന്നാണ് കണ്ടിട്ട്. അല്ലെങ്കിൽ പോട്ടല്ലേ. ഇതൊക്കെയാണ് നഗരത്തിൻ്റെ നിശബ്ദ കോണുകളുടെ പ്രത്യേകത. നമ്മൾ കഴിഞ്ഞ ദിവസം വന്നതാണ്. ബാക്കി ഒരു കനാലുണ്ട്, പക്ഷെ അത് ബ്ലോക്കായി. നഗരത്തിൻ്റെ നാശം ഇവിടെയുണ്ട്. നശിച്ചുപോയി. കണ്ട് വൃത്തിയാക്കിയിരുന്ന ഇത് ഭംഗിയായിട്ട് ഇറന്നല്ലേ. ഓ, ഇവിടെ എടുത്തേ ഉള്ളൂ കേട്ടോ. തീർന്നു, എൻ്റെയായി. ആരെയോ പ്രോപ്പർട്ടിയാണ് അങ്ങോട്ട് ഉള്ളത്. തിരിച്ചു പോവാം. ഇവിടെയൊക്കെ കാട് പോലെയാണ് കേട്ടോ. തനി. പക്ഷെ അതൊക്കെ നശിച്ച് ഇവിടുന്ന് കറങ്ങാം. എലഞ്ഞേരി ലൈൻ. എലഞ്ഞേരി ലൈൻ എന്താണെന്ന് നോക്കാം നമുക്ക്. അവിടെ എന്തോ പഴയ തറവാടെന്തോ കാണുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അമ്പലമാണത്. ക്ഷേത്രമാണോ വീടാണോ ഇത് പിടിയില്ല. എലഞ്ഞേരി ലൈൻ കണ്ടോ, നേരെ കാണുന്നത് കാണാമോ? പഴയൊരു തറവാടാണ്. പഴയ തറവാട്. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് അറിയില്ല. എലഞ്ഞേരി ലൈൻ. ഇപ്പം നമ്മൾ വന്ന ആ വഴിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലാണ് കേട്ടോ.
എത്ര ദൂരം പോകുമെന്നറിയില്ല. പോവാം, കുറച്ചുകൂടി ശരിയാ പോകും. ഇതൊക്കെ ധാരാളം സ്ഥലങ്ങൾ കാണുന്നത്രേ ഉള്ളൂ. ഇവിടെയൊക്കെ സ്കൂളും ഹോസ്റ്റലൊക്കെയാണ്. അതിനകത്തൊക്കെ കോഴിയുണ്ട്. ഇത്രയുള്ളൊന്നുണ്ട്. നമ്മൾ വന്ന വഴി അങ്ങോട്ട് കയറുന്ന നഷ്ടമാണ്. ഏത് വഴിയാണോ ഏതായാലും പോവാം. പിള്ളേരങ്ങോട്ടും പോയി. അങ്ങോട്ട് നൈറ്റാണല്ലോ, കുഴപ്പമില്ല. ഈ വഴി നമ്മൾ വന്നാണെന്നറിയാം. നമ്മളവിടെ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് നിന്നാണ് ഇങ്ങനെ കയറിയത്. ആസാദ് റോഡ് സ്റ്റേഡിയം കഴിഞ്ഞിട്ട് കുമരശ്ശേരി നമുക്ക് ഞാൻ പോവാം. അപ്പോൾ ഇവിടെ ഗ്രാമപ്രദേശങ്ങൾ പോലെയല്ല കേട്ടോ, ആളുകൾ നമ്മൾ നോക്കൊന്നുമില്ല. നമുക്ക് എങ്ങനെ വേണമെങ്കിലും പോവാം, ഒരു കുഴപ്പമില്ല. ഗ്രാമപ്രദേശത്തുള്ളവർ എന്തായാലും ചോദിക്കും. ഞങ്ങളെ കാണാത്ത ആൾക്കാർ അവിടെ സ്ഥിരം എല്ലാവരെയും പരിചയമുണ്ടല്ലോ. അവിടെ പിന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ ഒരു ആശ്രമമാണോ? ദേവീക്ഷേത്രം. ഇവിടെ ദേവീക്ഷേത്രം ഉണ്ട് കേട്ടോ, ദേവീക്ഷേത്രം. പഴയ ദേവീക്ഷേത്രമുണ്ട്. പെട്ടെന്ന് നമ്മൾ കാണുന്നതൊക്കെ തൊട്ടടുത്ത് വരുമ്പോഴേ അറിയുന്നുള്ളൂ. ദൂരെ ഒരു കൂടെ കാര്യങ്ങളൊന്നുമില്ല. അവിടെ നിന്ന് അങ്ങോട്ടൊരു വഴി കാണുന്നുണ്ട്. നേരെ അങ്ങോട്ട് പോകണം. ഇവിടെയൊക്കെ നഗരത്തിൻ്റെ നിശബ്ദ കോണുകളാണ്. അവിടെ ഒരു വീടൊക്കെ ഉണ്ട്, പഴയ വീട്, ഒരു ചെറിയ കെട്ടിക്കട. നമ്മൾ നിശബ്ദ കോണിൽ നിന്ന് ശബ്ദമുഖരിതമായ കോണിലേക്ക് കയറി പ്രവേശിക്കാനുള്ള റെഡിയാണ്. ഇവിടെ നിന്ന് റൈറ്റ് പോകണോ ലെഫ്റ്റ് പോകണോ? നമ്മൾ ഈ വഴി തന്നെ കയറിയെന്നോട്ടെ. ഇവിടെ ഇല്ല. ഏത് സ്ഥലം? ആശ്രമം ലൈൻ. നമ്മൾ ഈ വഴി വന്നാൽ ഓക്കെ. അപ്പോൾ നമുക്ക് ലെഫ്റ്റാണ് പോകേണ്ടത്. ലെഫ്റ്റ് പോവാം. ലെഫ്റ്റ് പോയിട്ട് റൈറ്റ് പോയാലോ? ഈ വഴി കറങ്ങിയതാണ്. ഇവിടെ ഒരു അക്യുപങ്ക്ചർ ഒരു ഇതുണ്ട് കേട്ടോ, റാഫേൽ സെൻ്റർ. നമ്മൾ നേരത്തെ കണ്ടാണോ റാഫേൽ സെൻ്റർ? അക്യുപങ്ക്ചർ ഉണ്ടോ? ശരീരത്തിലെ ഏത് വേദനയും ഒരു ദിവസം കൊണ്ട് കുറയും എന്നേ പറയുന്നുള്ളൂ. മാറുന്നെന്ന് പറയാനായിട്ട് കാണുന്നില്ല. മരുന്നില്ലാതെ എല്ലാ രോഗത്തിനും ശാശ്വത പരിഹാരം അക്യുപങ്ക്ചർ. ശരീരത്തിലെ ഏത് വേദനയും ഒരു ദിവസം കൊണ്ട് കുറയുന്നു. ഒരു ദിവസം കുറയും, പിന്നീട് മാറുമായിരിക്കും, അറിയില്ല. അപ്പോൾ നേരെ പോലെ ഓക്കെ. വടക്കാട്ട് റോഡ് റൈറ്റ് ഈസ്റ്റ്. വടക്കാട്ട് റോഡ് ഈസ്റ്റ്. അപ്പോൾ അവിടെ നിന്ന് നോക്കാം. വഴിയാണോ? ജീനസ് സോൺ.
അങ്ങോട്ട് നൈറ്റാണ്. എന്നാ ജോർജ് ലൈൻ ഇതൊക്കെ ഒരു 90s വീടാണ് കേട്ടോ. കളറുള്ള പ്രത്യേക കളർ, പിങ്കും അല്ല, അടിച്ചിട്ട് നോക്കുമ്പോൾ രസമായിരിക്കില്ല. ഇവിടെ സിമെൻറ്റ് കൊണ്ടുണ്ടാക്കിയ കുറേ ശില്പങ്ങളും ആണ്. മാതാ ബിൽഡിംഗ് മെറ്റീരിയൽസ്. മാതാ ബിൽഡിംഗ് മെറ്റീരിയൽസ് സിമെൻ്റ് ഉണ്ടാക്കിയ കുറേ ശില്പങ്ങൾ. ചെറിയ റോഡുകൾ. എബിൾ പൈൽ ആൻഡ് ഫൗണ്ടേഷൻ. ഓ, നമ്മളേതോ ഒരു റോഡിലോട്ട് പ്രവേശിക്കാൻ പോകുന്നുണ്ട്. ഞാൻ റോഡിലേക്ക് ഏത് റോഡാണ്? ജംഗ്ഷനിലെ റോഡ് ഒക്കെയാണോ കയറുന്നതെന്നറിയില്ല. ഒരു മെയിൻ റോഡിലോട്ട് നമ്മൾ കയറാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു മെയിൻ റോഡിലോട്ട് കയറിയിട്ടുണ്ട്. റോയൽ ബ്യൂട്ടി സലൂൺ. ഏത് വഴിയാണെന്ന് ചോദിച്ചാൽ നമ്മൾ കലൂർ കടവന്തർ റോഡിലേക്ക് എത്തിയിട്ടാ. കലൂർ കടവന്തർ റോഡിൽ നിന്ന് ആണോ? അതെങ്ങനെ എത്തി? നമ്മൾ അങ്ങോട്ടല്ലേ ഇങ്ങോട്ടല്ലേ പോകണ്ടേ? ആ, സ്റ്റേഡിയം കഴിഞ്ഞിട്ട് കലൂർ കടവന്തർ റോഡ്. ഓക്കെ, അപ്പോൾ കലൂർ കടവന്തർ റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, കലൂർ കടവന്തർ റോഡിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മളൊക്കെ ഈ വഴി ഒരുപാട് പോയിട്ടുള്ളതാണ്. മെറ്റീരിയൽ എടുക്കാനൊക്കെ ആയിട്ട് ഈ വഴി വരാറുണ്ട്. ഇതാണ് കലൂർ കടവന്തർ റോഡ്. നമുക്ക് ഇവിടുത്തെ ചെറിയ റോഡുകളിൽ കേന്ദ്രീകരിച്ച് പോയി നോക്കാം. ഈ സമയം കൊണ്ട് ചായ ടൈമാണ് കേട്ടോ, ടീ ടൈം. സ്വാഭാവികമായിട്ട് കാലിക്കറ്റ് ഫുഡ് കോർട്ട് ചെറിയ വഴികളുണ്ടാവും. അപ്പോൾ നമുക്ക് എനിക്ക് കുരിശടിയൊക്കെ ഉണ്ട്. അന്തോണി സിനിമകളുടെ കുരിശടി. നേരെ ഓപ്പോസിറ്റ് പള്ളിയുണ്ട്. നമുക്ക് ഈ വഴി കയറാം. ഓ, ഇത് കയറാൻ പറ്റില്ല. വഴിയിൽ നിന്ന് സൈഡിൽ എഴുതിയിട്ടില്ല. എന്തായാലും നമുക്ക് ഇതിലേ പോവാം. ഹെയർ സ്കിൻ മേക്കപ്പോ അത്രമല്ല എന്നാണല്ലേ ആളുകൾ. പഴയ മാതിരി KBT എല്ലാം കിടപ്പില്ലേ? നമുക്കറിയാം അവിടെ ഒരു വഴിയുണ്ട്, അതിലേക്ക് കയറിക്കോ. സൈഡിലേക്ക് ഇതേന്നൊക്കെ അപ്പം നിശബ്ദ കോണൊക്കെ പോയി ശബ്ദവിപരീതമായ ഇത് എന്ന് പറഞ്ഞ സ്ഥലം. ഒറ്റ ക്ഷണം ആ സ്ഥാപനത്തിൻ്റെ പേരാണ്. പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. ബ്രദർ ലേസർ ആൻഡ് ഇങ്ക് ടാങ്ക് പ്രിൻറ്റേഴ്സ്. ഇവിടെ അങ്ങനെ സാധനം. ഫ്യൂച്ചർ ഓട്ടോമേഷൻ. ഇംഗ്ലീഷിലെ പിള്ളേരാണോ കടയിലൊക്കെ? മലയാളി പിള്ളേരുണ്ടോ കേട്ടോ? ഓ, ഇവിടെ ഒരു സാധനമൊക്കെ തൂക്കി വെച്ചിട്ടുണ്ട്. വലിയ വീട് പണി കിടക്കുകയാണേ.
ഇനിയിപ്പോൾ അല്ല അവിടെ കണ്ണ് കെട്ടാതിരിക്കാൻ ഒരു സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. നോർത്ത് ഇന്ത്യൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ശ്രീ നോർത്ത് ഇന്ത്യൻ ശ്രീ ചാരിറ്റബിൾ ട്രസ്റ്റ്. ഇത് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഒരു സ്ഥാപനമാണ്. അന്നദാനമൊക്കെ ഉണ്ടാവും ചിലപ്പോൾ അവിടെ. നോർത്ത് ഇന്ത്യൻ ഈ ഭാഗത്തേക്ക് നോർത്ത് ഇന്ത്യൻസാണ് പോകുന്നത്. യഹോവയുടെ സാക്ഷ്യമുണ്ട്. വീട്ടിലെത്തുന്നതിന് പിന്നെ പഠിപ്പിക്കണം. ഇതൊക്കെ ചെറിയ ചെറിയ പടികളാണ് കേട്ടോ. ഇപ്പം അങ്ങോട്ട് പോയി കാണുന്ന അവിടെ നിന്ന് നോക്കാം. നിശബ്ദ കോണ് നേരത്തിൻ്റെ ഇത്രേ ഉള്ളൂ. അങ്ങോട്ട് വഴിയില്ല. കാണുന്നതൊക്കെ തന്നെ നമുക്ക് ഓരോരുത്തരും വീട്ടിലേക്കുള്ള വഴികളാണ്. ഇത്രയുള്ള അപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളിലേക്കുള്ള വഴികൾ. കൊച്ചങ്ങനാത്ത് ജോസഫ് വേണ്ട വീട് വരെയുള്ളൂ വഴി. അപ്പോൾ ഓക്കെ.